ഇവിടെ സുമതിക്ക് വളകാപ്പ് ചടങ്ങ് നടത്താൻ എല്ലാവരും ചേർന്ന് വീട്ടുജോലികൾ ഓരോന്നായി പങ്കിട്ടെടുക്കുകയാണ്. എന്നാൽ ഗ്രാമത്തിലുള്ള ആർക്കും ഈ ചടങ്ങിൽ വലിയ താല്പര്യമില്ല. കാരണം ഈ സുമതി വീട്ടുകാരുടെ സമ്മതമില്ലാതെയാണ് വിവാഹം കഴിച്ചത്. പക്ഷേ മകൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞ അവളുടെ അച്ഛൻ വളകാപ്പ് ചടങ്ങ് നടത്താനായി അവളെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ വരുന്നു. മകൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുന്ന അച്ഛൻ അവളോട് പറയുന്നു, നീ ഇനി ഈ ഗ്രാമത്തിന്റെ ഭാഗത്തേക്ക് വരേണ്ട മോളെ, ഇവിടെ തന്നെ സന്തോഷത്തോടെ ഇരിക്കൂ. നീ അങ്ങോട്ട് വന്നാൽ നിന്റെ ഈ സന്തോഷം ആളുകൾ തല്ലിക്കെടുത്തും. എന്നാൽ സുമതി സമ്മതിക്കുന്നില്ല. എൻ്റെ കുഞ്ഞിന് അമ്മൂമ്മയും മുത്തശ്ശനും ഒക്കെ വേണം അച്ഛാ, ഞാൻ വരും, എനിക്ക് വളകാപ്പ് നടത്തണം എന്ന് പറഞ്ഞ് അവൾ സ്വന്തം നാട്ടിലേക്ക് പോകുന്നു. അടുത്ത ദിവസം വളകാപ്പ് ചടങ്ങുകളെല്ലാം ഭംഗിയായി നടക്കുന്നു. രാത്രിയിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. കുടിവെള്ളം എടുക്കാനായി അച്ഛൻ അകത്തേക്ക് പോകുന്നു. ആ വെള്ളം കുടിച്ചതിന് ശേഷം സുമതിക്കും മറ്റു സ്ത്രീകൾക്കും ശാരീരികമായി അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ തുടങ്ങുന്നു. അവർ അമ്മയെ വിളിക്കുന്നു. എന്നാൽ അമ്മയും അവിടെ തന്നെ ഛർദ്ദിച്ചു വീഴുകയാണ്. സുമതി അച്ഛനെ ഉച്ചത്തിൽ വിളിക്കുന്നുണ്ടെങ്കിലും അയാൾ വരുന്നില്ല. കാരണം അയാൾ തന്നെയാണ് ആ കുടിവെള്ളത്തിൽ വിഷം കലർത്തിയത്. ആ വെള്ളം കുടിച്ച എല്ലാവരും ഓരോരുത്തരും മരണപ്പെടാൻ തുടങ്ങുമ്പോഴാണ് സുമതിക്ക് കാര്യം മനസ്സിലാകുന്നത്. നിന്നെ ഓർത്ത് എനിക്ക് നാണക്കേടും അപമാനവും മാത്രമാണ് ഉണ്ടായത്. നീയൊക്കെ ഇവിടെ കിടന്ന് ചാവണം എന്ന് പറഞ്ഞ് അയാൾ വീടിന്റെ വാതിലുകളൊക്കെ പൂട്ടി പുറത്തേക്ക് പോകുന്നു. താൻ ചെയ്യുന്നത് എത്ര വലിയ തെറ്റാണെന്ന് പോലും ചിന്തിക്കാതെ മകളെയും അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെയും ആ അച്ഛൻ ഇല്ലാതാക്കുന്നു.